പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഷോപ്പിൽ ഒരു 3 അതിഥി ഇവർ 3 പേരും നമ്മുടെ ഷോപ്പിൽ വന്നിട്ടുണ്ട്. ഷിയോമിയുടെയും ഓപ്പോയുടെയും റിയൽമിയുടെയൊക്കെ P3 Pro ഗൈസ്. അപ്പോൾ ഇത് എന്നെ ഈ ഇടയ്ക്ക് എന്തോ ആരും വിളിച്ച് P3 ചോദിച്ചെന്ന് തോന്നിട്ട് 2 ദിവസം മുമ്പായിട്ട്. അപ്പോൾ അങ്ങനെ 3 പീസ് വന്നിട്ട് 3 അതിഥി വന്നിട്ട് നമുക്ക് 3 പേരെ ഒന്ന് പരിചയപ്പെട്ടാലോ എങ്ങനെയാണ് സാധനം. ഗ്യാരണ്ടി ഫുൾ യൂസ്ഡാണ്, പക്ഷേ വാറണ്ടി 1 ഇയർ ഫുൾ വാറണ്ടി ഉള്ള യൂസ്ഡ് ബോക്സ് പീസാണ് നിങ്ങളുടെ ഫ്രണ്ടിലിരിക്കുന്ന 3 അതിഥികൾ. നമുക്ക് P3 പോകാം. ഫസ്റ്റ് തന്നെ P3 അല്ല P3 Pro. ഇത് വന്നിട്ട് 8GB റാമിൽ 256 8GB റാമിൽ 256 സ്റ്റോറേജ് വരുന്ന ഒരു 5G സ്മാർട്ട് ഫോണാണ് സാധനം. കാണാൻ കൊള്ളാം. നമുക്ക് അതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാവേ. ഫോൺ ഉണ്ട് ഇതിൻ്റെ കൂടെ. പിന്നെ അതിൻ്റെ അകത്ത് ഒരു പൗച്ച്, ഈ ഒരു പൗച്ച്, പിന്നെ എൻ്റേതായ കേബിളും എൻ്റെ പവർ ചാർജർ. ഇത്രയേ ഉള്ളൂ, സാധനം വേറൊന്നുമില്ല. ഇതാണ് സാധനം. ഇതാണ് 8GB റാമിൽ 256 സ്റ്റോറേജ് വരുന്ന സാധനം. കുഴപ്പമൊന്നുമില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. ആവറേജ് യൂസിങ്ങിന് ഡിസ്പ്ലേ ക്വാളിറ്റി കുഴപ്പമില്ല, ആവറേജ് അത്രയേ ഉള്ളൂ. വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എല്ലാ സെറ്റിനും എത്രയോ സെറ്റ് ഇറക്കി, അതിൻ്റെ ഒരു സെറ്റ് അത്രയേ ഉള്ളൂ പറയാനായിട്ട്. വീഡിയോ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെയും ആരെയൊക്കെ എത്ര കോൾ വരുന്നറിയാം, കോളൊക്കെ അറ്റൻഡ് ചെയ്യണം ഗൈസ്. ഇത് എനിക്ക് വലിയ പെർഫോമൻസ് ആയിട്ടൊന്നും എനിക്കിത് പറയാനൊന്നുമില്ല. ഒരു ആവറേജ് സ്മാർട്ട് ഫോൺ ആ രീതിയിലെടുത്ത് ഗൈസ് 18 രൂപയാണ് ഇതിൻ്റെ 1 ഇയർ ഗ്യാരണ്ടി ഉള്ള ഒരു യൂസ്ഡ് ബോക്സ് പീസാണ്. അതുകൊണ്ട് തന്നെയും 18 രൂപയ്ക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഗൈസ് എന്നെ കോൺടാക്ട് ചെയ്താൽ മതിയേ. ഇത് ഓൺലൈൻ വിലയൊന്നും നോക്കിയില്ല കേട്ടോ. ആമസോണിൽ ഞാൻ അങ്ങനെ വിലയൊന്നും നോക്കിയില്ല. എനിക്ക് കിട്ടിയ വില ഞാൻ അങ്ങനെ പറയണേ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് പറയുക, ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. സാധനം കൊള്ളാം, ആവറേജായിട്ട് ഉപയോഗിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വാങ്ങിക്കാമേ. പിന്നെ ഇത് Reno 11 5G, ഓപ്പോ Reno 11 5G. ഇത് ഇനിയും കുഴപ്പമില്ല, അടിപൊളിയായിട്ട് കാണാൻ ലുക്കൊക്കെ ഉണ്ട്. ആവറേജ് ഇത് പറയാൻ പറ്റില്ല. ഒരു 50 കൊടുക്കാം, 50% കൊടുക്കാം. ലേറ്റസ്റ്റ് മോഡലിലൊക്കെ കുറച്ച് മോഡലായിട്ടുണ്ട്. ഓപ്പോ Reno 11. പക്ഷേ കർവ് ഡിസ്പ്ലേ ആണ്, മറ്റേത് ഫ്ലാറ്റ് അല്ലേ. ഇത് കർവ് ഡിസ്പ്ലേ ഒക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇത് 128 സ്റ്റോറേജ് വരുന്നത്. ഇത് ഗൈസ് 8GB റാമിൽ 128 ഉള്ളൂ ഇതിൻ്റെ സ്റ്റോറേജ്. അപ്പോൾ ഇത് ആവശ്യമുണ്ടെങ്കിൽ ഗൈസ്, ഇത് വേറെ ഇതൊന്നും ഇതിലൊന്നും പറയാനൊന്നും ഇല്ലയെന്ന്. ഇത് എല്ലാം പോയി സാധനം. ഇത് എനിക്കിഷ്ടപ്പെട്ടില്ല. ഡിസ്പ്ലേ ക്വാളിറ്റി ഒന്നും എനിക്ക് പിടിച്ചില്ല കേട്ടോ, അതാണ് സംഭവം. പിന്നെ നമുക്ക് Note 14 Pro Plus, ഷിയോമിയുടെ Redmi Note 14 Pro Plus. ഇത് സാധനം കേട്ടോ, ഇതാണ് സാധനം. അപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടെ ഗൈസ്. 21 രൂപ പ്രൈസ് വരുന്നത്. ഇത് കൊള്ളാം. ഇതെല്ലായിടത്തും വെച്ചിട്ട് ഇത് മാത്രം പൊളി എന്ന് പറയുമ്പം അത് മോശം കാര്യമാണ് ഞാൻ പറയണത്. എന്നാലും എനിക്ക് ഇത് തന്നെയാണ് ഇത് ഇഷ്ടപ്പെട്ടത്. പക്ഷേ കുറച്ച് വെയിറ്റ് കൂടുതലാണ് ഗൈസ്, അതാണ് വിഷയം. നമ്മൾ ഹെൽത്തൊക്കെ പോകും ഇങ്ങനെ വെയിറ്റും താങ്ങി പിടിച്ചുകൊണ്ട് നടക്കണം. പക്ഷേ വിവോ ഉണ്ടായിരുന്നു, വിവോയിലൊക്കെ വെയിറ്റ്നെസ് സാധനമാണ്. ഇത് നല്ല വെയിറ്റ്. ബാറ്ററി ഹെൽത്തൊക്കെ എത്രയാണ് എന്താ അതറിയാം. പിന്നെ ഇതും പറയേണ്ടതൊന്നുമില്ല, കർവ് ഡിസ്പ്ലേ ആണ്. കുറച്ച് ക്യാമറ പെർഫോമൻസ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. മറ്റേതിനെക്കാട്ടി വ്യത്യാസമായിട്ട് ഒരു ക്യാമറയൊക്കെ വലുതോട്ടൊക്കെ ചെയ്ത് അതിൻ്റെ അകത്ത് ഇതല്ല ക്യാമറ. ഇതിൻ്റെ അകത്ത് കാണുന്ന ഈ 3 ഡോട്ടാണ് ക്യാമറ, ഒരു ഫ്ലാഷ് ലൈറ്റ്. ഇത് രണ്ടും കൊള്ളാമെന്ന് തോന്നുന്നു കേട്ടോ. കുറച്ച് വലിയ മടൽ വലയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് എന്തൊക്കെയോ ഉണ്ട് എന്നുള്ള ഒരു ഫീൽ ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. മറ്റേതിലൊന്നും അതില്ല, ഒരു ഫീലില്ല. ആ ഫീൽ വേണമല്ലോ, ആ ഫീൽ ഇതിലേ ഉള്ളൂ. ക്യാമറ ഉണ്ടെന്നുള്ള ഫീലുണ്ട് ഇതിൽ, മറ്റേലൊന്നും ആ ഫീൽ കിട്ടിയില്ല. അപ്പോൾ ക്യാമറ ഉണ്ട്. അപ്പം എനിക്ക് അതിലൊന്നും ക്യാമറ ക്വാളിറ്റിയെ നോക്കാൻ പറ്റില്ല. എല്ലാത്തിലും ക്യാമറ ഉണ്ടല്ലോ. അതുകൊണ്ട് ക്യാമറയൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് ബെറ്ററായിട്ട് കൊടുക്കണ്ടേ. ഇതേപോലെ കുറച്ച് ഡൊമ്മെന്ന് കൊടുക്കണം. ക്യാമറ ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല, എല്ലാം ഒരേ ക്വാളിറ്റി. എല്ലാത്തിനും ഒരേ ക്വാളിറ്റി തന്നെ കേട്ടോ. വലിയ സംഭവമായിട്ട് സെറ്റ് വെച്ചിങ്ങനെ അതിൽ ചെറുതായിട്ട് ക്വാളിറ്റി ഒന്നും ഇല്ല. എന്നാലും പുതിയ സാധനമല്ലേ, ഫുൾ പക്ക വാറണ്ടി, 1 ഇയർ ഫുൾ വാറണ്ടിയോടെ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഇത് വന്നിട്ട് 21 രൂപയ്ക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ കോൺടാക്ട് ചെയ്യേ. അങ്ങനെ ഈ 3 അതിഥി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരും. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.